Today we want to take our next part in our 9th chapter, Adobe Photoshop. Okay, all of you take page number 120. Page number 120. And then next we want to discuss about tools. That is first one, brush tool. Brush tool. And we discussed so many tools earlier. That is rectangle tools. Different types of rectangle tools. And then next one, brush tool. Brush tool brush tool there are different types of tools. Okay, brush tool is used to draw brush strokes to give an effect of painting to an image. ഒരു പെയിന്റിംഗ് എഫക്റ്റ്, ഒരു ഇമേജിന് ഒരു പെയിന്റിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷുകൾ നമുക്ക് ബ്രഷ് ടൂൾസിൽ കാണാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഓപ്ഷൻസ് ബാറിലാണ് നമ്മൾ അതിൽ വെറൈറ്റീസ് വരുത്തുന്നത്, അല്ലേ, മാറ്റങ്ങൾ വരുത്തുന്നത് ഓപ്ഷൻസ് ബാറിലാണ്. ആൻഡ് ദെൻ ഓപ്ഷൻസ് ബാർ, അല്ലേ, എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് ബാറിൽ മാറ്റങ്ങൾ വരുന്നത് നോക്കാം. ഫസ്റ്റ് ബ്രഷ് പ്രീസെറ്റ് പിക്കർ യൂസ് ചെയ്യും. ബ്രഷ് പ്രീസെറ്റ് പിക്കർ, ബ്രഷ് പ്രീസെറ്റ് പിക്കർ. This option is used to decide various brush options. നമ്മൾ different types of brush paint application മുതൽ പഠിക്കുന്നുണ്ട്, അല്ലേ? And like that, different types of brush are there in here. That is preset picker എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ different types of brushകൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് തരം എഫക്റ്റ് ആണ് നമ്മുടെ ഇമേജിന് വേണ്ടത് വെച്ചാൽ ആ മോഡലിലുള്ള ബ്രഷ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഇറ്റ്സ് ഒപ്പാസിറ്റി ഓൾസോ, ഒപ്പാസിറ്റി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒപ്പാസിറ്റി, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓൺ ദിസ് ഓപ്ഷൻ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ട്രാൻസ്പെറൻസി ഓഫ് ദി ബ്രഷ് കളർ. ബ്രഷിൻ്റെ കളറിൻ്റെ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഡിക്രീസ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒപ്പാസിറ്റി എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡേറ്റഡ് പെർസെൻറ്റേജ്. ഒപ്പാസിറ്റി ഡേറ്റഡ് ആണെങ്കിൽ പെർസെൻറ്റേജ് ആണ്, നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് ഇൻക്രീസ് ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്തോറും ഒപ്പാസിറ്റി എന്ത് ചെയ്യും, ട്രാൻസ്പെറൻസി കുറയുകയും, ലെസ് പെർസെൻറ്റേജ് ആണെങ്കിൽ ട്രാൻസ്പെറൻസി, ഓക്കെ, ഗ്രേറ്റർ പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ്സ് ഒപ്പാക്നെസ്, ഒപ്പാക്ക് ആയിട്ടിരിക്കുകയും ലെസ് പെർസെൻറ്റേജ് ഇൻഡിക്കേറ്റ്സ് ട്രാൻസ്പെറൻസി ആയിട്ടിരിക്കുകയും ചെയ്യും. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ചുകൂടി കട്ടിക്കൂടിയ രീതിയിൽ കാണണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നൗ ദർ ഇസ് ദ പിക്ചർ, അല്ലേ, നമുക്ക് ബ്രഷ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഫിഗർ 9.21 ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പെയിൻറ് ബക്കറ്റ് ടൂളാണ്. പെയിൻറ് ബക്കറ്റ് ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തത്, പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ബക്കറ്റ്, പെയിൻറ് ബക്കറ്റ് മോഡലുള്ള ഒരു പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് യൂസ് ചെയ്തത്, ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോസ്ഡ് ഇമേജസ്, അല്ലേ, ക്ലോസ്ഡ് ഷേപ്പിൽ മാത്രമേ ഈ ബക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പൺ ആയിട്ടുള്ള ഷേപ്പുകളിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, പേജ് മുഴുവൻ അത് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യും. ദി പെയിൻറ് ബക്കറ്റ് ടൂൾ ഈസ് യൂസ്ഡ് color in closed images and a selected part of an image. It is a hidden tool under the gradient tool. Gradient hidden ആയി കിടക്കുന്ന ഒരു ടൂളാണ് പെയിൻറ് ബക്കറ്റ് ടൂൾ. പെയിൻറ് ബക്കറ്റ് ടൂൾ ഗ്രേഡിയന്റ് ടൂളിൽ ഹൈഡ് ചെയ്ത് കിടക്കുന്ന ടൂളാണ്. The important options shown by the options bar for the paint bucket tool are as shown in figure 9.22. Okay. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ് ബക്കറ്റ് ടൂളിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒപ്പാസിറ്റി, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഓൺ ദിസ് ഓപ്ഷൻ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ട്രാൻസ്പെറൻസി of fill color
Low number indicates transparency and high number indicates opaqueness. ഇവിടെ ലോ നമ്പർ ആണെങ്കിൽ കുറഞ്ഞ പെർസെൻറ്റേജ് ആണെങ്കിൽ ഒപ്പാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഓക്കെ, ആദ്യം അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പെയിൻ ബക്കറ്റ് ടൂളിനെ കുറിച്ചാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടൂൾ തന്നെയാണ് പെയിൻ ബക്കറ്റ് ടൂള്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രഷ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്രഷിങ് എഫക്റ്റ് കൊടുക്കാൻ, പെയിൻറ്റിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ പെയിൻ ബക്കറ്റ് ഈസ് യൂസ്ഡ് ടു കളർ ദി ക്ലോസ്ഡ് ഇമേജസ്. ഓക്കെ, നെക്സ്റ്റ് ക്രോപ്പ് ടൂൾ ആണ്. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ക്രോപ്പ്? ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് to remove the unwanted parts of our image. To remove the unwanted parts of our image, we use this crop tool. The crop tool is used to remove any unwanted portion from an image. And how to use? എങ്ങനെയാണ് നോക്കാം. ക്രോപ്പ് ടൂൾ, നമ്മൾ ക്രോപ്പ് ടൂളിന്റെ ചിത്രം കണ്ടിട്ടുണ്ട്. ആ ക്രോപ്പ് ടൂളിൽ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ അതിനുശേഷം ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഓൺ ദി ഇമേജ് ആൻഡ് വിത്തൗട്ട് റിലീസിംഗ് ദി മൗസ് ബട്ടൺ റിലീസ് ചെയ്യാതെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഏത് ഭാഗമാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഭാഗം വരെ എന്ത് ചെയ്യാം? അത് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ടു സെലക്ട് ദി പോർഷൻ ഓഫ് യു വാണ്ട് ടു കീപ്പ് ചെയ്യേണ്ട ഭാഗം വരെ എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്യാം. ദെൻ ക്ലിക്ക് ഓൺ ക്രോപ്പ് ടൂൾ ടു ഓപ്പൺ ദി ഡയലോഗ് ബോക്സ്. Then click on crop tool. Crop tool le again click kiya and then open a dialog box that is crop, cancel, don't crop. Ode crop le click kiya le inge crop cheyananu appo click on crop. Okay, then you can see the cropped image in the window. Okay, appo first crop tools le crop le click cheyidha shesham ningade image le click kiya. Image le crop inde aa oru symbols etti kayinal drag, click and drag. Okay, അങ്ങനെ നമുക്ക് ക്രോപ്പ് ചെയ്യാം. Then next gradient tool ആണ്. അടുത്ത tool gradient ആണ്. Gradient tool. What is gradient? The mixture of different colors, color combinations ആണ് gradient അല്ലേ? And gradient tool is used to give a background. To give a background blended with the two or more colors. രണ്ടോ അതിലധികമോ കളറുകൾ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു കളർ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിയന്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേഡിയന്റ് ടൂൾ ഈസ് യൂസ്ഡ് ടു give a blended background color to your image. The important option in the options bar for the gradient tool are shown in figure. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓപ്ഷൻസ് ബാറിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഫസ്റ്റ് ഗ്രേഡിയന്റ് ടൈപ്പ് ചേഞ്ച് ചെയ്യാം. ഗ്രേഡിയന്റ് ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് ഉണ്ട് നോക്കാം. ഫിഗർ 9.25 ഫിഗർ 9.25 നോക്കൂ. പേജ് നമ്പർ 122 അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് കാണുന്നുണ്ട് അല്ലേ? ഗ്രേഡിയൻറ്റ് ടൈപ്പ് അല്ലേ? അപ്പോൾ ഓക്കെ, ഷോസ് വേരിയസ് ഗ്രേഡിയൻറ്റ് ടൈപ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ആൻ ഇമേജ്. സെലക്ട് എ ഗ്രേഡിയൻറ്റ് ടൈപ്പ് ഫ്രം ദിസ് ലിസ്റ്റ്. ഇതിൽ നിന്ന് നിങ്ങളൊരു ഗ്രേഡിയൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇത് ഗ്രേഡിയൻറ്റ് ടൈപ്പ്, ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് നമുക്ക് കാണാൻ പറ്റും. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ? ഓരോ സൈഡിലേക്കുള്ള ടൈപ്പ്, അതായത് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് കാണുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ടൈപ്പ് സെലക്ട് ചെയ്യും. അതുപോലെ ലീനിയർ ഗ്രേഡിയൻറ്റ്, ഇതിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആൻ സ്ട്രെയിറ്റ് ലൈൻസ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് എനിക്ക് വേണ്ടത്. ലീനിയർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ റേഡിയൽ ഉണ്ട് അല്ലേ? റേഡിയൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സർക്കിൾസ് ആർ ടു സർക്കിൾഡ് ആയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് കളർ കോമ്പിനേഷൻസ് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ദർ ഇസ് ദ പിക്ചർ 9.27. ദെൻ ആംഗിൾ ഗ്രേഡിയൻറ്റ്. ആംഗിൾ ഗ്രേഡിയൻറ്റ് ഈസ് യൂസ്ഡ് വെൻ സ്ട്രെയിറ്റ് ലൈൻസ് ആർ ടു ബി ഷോൺ ഇൻ എ ഗ്രേഡിയൻറ്റ് എഫക്റ്റ് ഇൻ എ ഡബിൾ എഫക്റ്റ് ഓർ റിവേഴ്സ് എഫക്റ്റ്. ഡബിൾ എഫക്റ്റിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് എഫക്റ്റിൽ ഈ ഒരു
കളർ കോമ്പിനേഷൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആംഗിൾ ഗ്രേഡിയൻ്റ് ആണെങ്കിലോ കോണിക്കൽ ഷേപ്പ് അല്ലേ, കോണിക്കൽ ഷേപ്പായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ദെൻ ഡയമണ്ട് ഗ്രേഡിയൻറ്റ്, ഡയമണ്ട് മോഡലിലാണ് ഈ കളർ കോമ്പിനേഷൻ കാണാൻ പറ്റുക അല്ലേ, ഡയമണ്ട് ഷേപ്പ്. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് അല്ലേ, പല തരത്തിലുള്ള ഗ്രേഡിയൻസ് ഉണ്ട്. ഗ്രേഡിയൻറ്റ് ടൈപ്പ് ഗ്രേഡിയൻറ്റിൽ അതായത് നിങ്ങൾ ഓപ്ഷൻസ് ബാറിൽ പോയിട്ട് ഗ്രേഡിയൻറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് there is the linear gradient, angle gradient, diamond gradient, radial gradient and reflected gradient. Different types of these are the different gradients. Okay, linear, that is line model, okay. Then radial, circular model, then angle, conical, then reflected. It is as straight lines, straight lines, then diamond gradient, diamond shape. Okay, these are the different gradients. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്കറിയാം. ദെൻ ഇനി കുറച്ചും കൂടി ടൂൾസ് നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇതിലൂടെ മനസ്സിലാക്കാം. കുറച്ച് സിമ്പിൾ ടൂൾസ് ഓൾസോ വി വാണ്ട് ടു ഡിസ്കസ് നൗ. ഫസ്റ്റ് horizontal type tool. Horizontal type tool. എന്താണ് horizontal type tool നോക്കാം. Horizontal type tool is used to type text on an image or blank space. ഈ horizontal type tool എന്തിനാണ് യൂസ് ചെയ്യുന്നത്? type tool നമുക്ക് അറിയാം അല്ലേ, ടൈപ്പ് എന്തിനാണ്? ടൈപ്പ് സാധാരണ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലി നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇമേജിൽ ഹൊറിസോണ്ടലി നിങ്ങളുടെ പേര് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിലോ യു ക്യാൻ യൂസ് ദിസ് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ. Horizontal type tool is used to type the text of an image or blank workspace. ഇമേജിലോ അല്ലെങ്കിൽ ബ്ലാങ്ക് വർക്ക് സ്പേസിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഹൊറിസോണ്ടലി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ദി ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ ഷോൺ ബൈ ഇതിലും നമുക്ക് ഓപ്ഷൻസ് ബാറിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. ഓപ്ഷൻസ് ബാറിൽ എന്തൊക്കെ ചേഞ്ച് വരുത്താം? there is the font family, font style, font size, left arrow, etc. Font family, what is that? What is font family? That we know. Font family, from the font family we can select different types of fonts, okay? Different styles of font. Font family in different languages we select it. Okay, അതുപോലെ font style. Font style ആണ് എടുക്കുന്നതെങ്കിലോ there is different style. Okay, that is to give bold or italic style. Okay, then font size, you can change the size of your font and from the font size option. Then left align text, text ne left il align cheyam, adupole center alignment kodukam, right alignment kodukam, adupole text ne color kodukkanulla options bar il കാണാം. Okay, നമുക്ക് അറിയാം just options bar il kodukku എന്ത് മാറ്റാണ് വരുന്നത്, that we can do from this options bar. Horizontal type tool is used to type your text in horizontally in your page or in your image or background. Okay, then rectangular marquee tool. Rectangular marquee tool. Marquee. Rectangular marquee tool. എന്താണ് rectangular marquee tool? Rectangular marquee tool is used to select a rectangular portion of an image. ഇതിനാണ് യൂസ് ചെയ്യുന്നത് to select a rectangular portion of an image. To make a selection by the rectangular marquee tool, follow these steps. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ മോഡൽ ചിത്രത്തിന് ഈ ഒരു മോഡലിൽ ഇത്
ഭാഗമാണെങ്കിലും അതിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാനും മോഡൽ സെലക്ട് ചെയ്യാൻ റെക്റ്റാങ്കുലർ മാർക്കർ ടൂൾ യൂസ് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യാം? ക്ലിക്ക് ഓൺ ദി റെക്റ്റാങ്കുലർ മാർക്കർ. ആദ്യം ടൂൾസിൽ റെക്റ്റാങ്കുലർ മാർക്കർ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഓൺ വർക്ക് സ്പേസ് ആൻഡ് വിത്തൗട്ട് റിലീസിംഗ് ദ മൗസ് ബട്ടൺ എന്ത് ചെയ്യാം? drag to select portion of an image to draw the rectangle. Just drag ചെയ്യുക. എവിടെയാണോ വേണ്ടത് അവിടെ just drag ചെയ്യുക. Okay, click and drag. Okay, then the rectangle marquee tool has some hidden tools. Rectangular marquee tool hide ചെയ്തിട്ടുള്ള ചില ടൂൾസ് ഉണ്ട്. ഒന്ന് എലിപ്റ്റിക്കൽ ആണ്. എലിപ്റ്റിക്കൽ ഷേപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്കർ ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ സിംഗിൾ റോ മാർക്കർ ടൂൾ ഉണ്ട്. അതുപോലെ സിംഗിൾ കോളം മാർക്കർ ടൂൾ ഉണ്ട്. സിംഗിൾ കോളം ആയിട്ടോ സിംഗിൾ റോ ആയിട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ റോ ആൻഡ് സിംഗിൾ കോളം മാർക്കർ ടൂൾ യൂസ് ചെയ്യണം. ഓക്കെ, ആ മൂന്ന് ഹൈഡ് ആയിട്ട് കിടക്കുന്ന മൂന്ന് ഓപ്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എലിപ്റ്റിക്കൽ മാർക്കർ ടൂളാണ്. ഇതിനാണ് യൂസ് ചെയ്യുന്നത് ടു സെലക്ട് ദി ഇമേജ് in elliptical shape, like to select your image in an elliptical shape or oval shape or circular shape. Then single row marker tool. It is used when you want to select a single horizontal line in an image. To select a single horizontal line in an image. Okay. Then single column. Like കോളം മാർക്കർ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സെലക്ട് എ സിംഗിൾ കോളം വെർട്ടിക്കൽ ലൈൻ ഇൻ ആൻ ഇമേജ്. വെർട്ടിക്കൽ ലൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ കോളം മാർക്കർ ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യണമെങ്കിൽ റോ മാർക്കർ ടൂളും യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ലാസോ ടൂൾ. അടുത്ത ടൂളാണ് ലാസോ ടൂൾ. എന്തിനാണ് ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്? Also a selection tool. No, lasso tool ഒരു സെലക്ഷൻ ടൂൾ തന്നെയാണ്. എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടൂൾസ് ആണ് അല്ലേ? നമ്മളിപ്പോൾ തന്നെ ഒരുപാട് സെലക്ഷൻ ടൂൾസ് പഠിച്ചു. റെക്റ്റാങ്കിൾ ഷേപ്പിൽ, എലിപ്റ്റിക്കൽ ഷേപ്പിൽ, അതുപോലെ കോളം ഷേപ്പിൽ, അതുപോലെ റോ ഷേപ്പിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെലക്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ദാറ്റ് ലാസോ ടൂൾ ഈസ് അനദർ ടൈപ്പ് ഓഫ് സെലക്ഷൻ ടൂൾ ആൻഡ് ദർ ഇസ് ദ സെലക്ഷൻ ഈസ് ഡിഫറെൻറ്റ്. Lasso tool is used to select an object or a section of an image by drawing a freehand border or marquee around it. To draw freehand marquee, follow these steps. Freehand ആയിട്ട് നമ്മളൊരു ഫ്ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേസ് ആണെങ്കിൽ ആ ഫേസിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കുലർ മാർക്കർ ടൂൾ ആണെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക അല്ലേ? പക്ഷേ ഹിയർ യു ക്യാൻ യൂസ് ദിസ് ലാസോ ടൂൾ. ഇങ്ങനെയുള്ള സമയത്ത് ലാസോ ടൂൾ യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ക്ലിക്ക് ഓൺ ലാസോ ടൂൾ. ലാസോ ടൂൾ സെലക്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ ദി വർക്ക് സ്പേസ് ആൻഡ് വിതൗട്ട് റിലീസിംഗ് ദ മൗസ് ബട്ടൺ ഡ്രാഗ് ടു ഡ്രോ ദി ഫ്രീ ഹാൻഡ് ഷേപ്പ്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ചിത്രം ആ ചിത്രത്തിനെ എന്ത് ചെയ്യാം? ബൗണ്ടറിയിലൂടെ ഭംഗിയായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, വരച്ച് കൊടുക്കാം. ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാം. ആൻഡ് യു വാണ്ട് ടു സെലക്ട്. ഓക്കെ, നമ്മളെങ്ങനെയാണോ നമ്മുടെ ചിത്രം ഉള്ളത് അതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യാനാണ് ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. Then next pencil tool. That we know pencil tool എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Okay, pencil tool is a hidden tool under brush tool. Brush tool already നമ്മൾ പഠിച്ച ടൂളാണ് brush tool and it is an hidden tool. Pencil tool ആയിട്ട് ഹൈഡ് ചെയ്തിട്ടുള്ള ടൂളാണ് കേട്ടോ. Used to draw freehand shapes. നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഷേപ്പുകൾ വരയ്ക്കാനാണ് പെൻസിൽ ടൂൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻസ് ഭാഗം എന്ത് ചെയ്യാം? നമ്മൾ ബ്രഷ് ടൂൾ എന്തൊക്കെ ചെയ്തു? ഒപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രഷ് ടൂളിൽ ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാം അല്ലേ? ദെൻ എറേസർ ടൂൾ. നമ്മളുടെ പെൻസിൽ ടൂൾ പഠിച്ചു. ആൻഡ് ആഫ്റ്റർ എറേസർ. എറേസർ എന്തിനായിരിക്കും? പെൻസിൽ എന്തിനാണ് യൂസ് ചെയ്തത്? ഫോർ ഡ്രോയിങ് അല്ലേ? അപ്പോൾ എറേസർ ഈസ് യൂസ്ഡ് ടു remove the unwanted parts or erase. Eraser is used to erase the portion of an image over space. It acts just like a real eraser.
അല്ലേ? ഒരു എറേസറിൻ്റെ അതേ റോൾ തന്നെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ള ഈ ഒരു എറേസർ ടൂളിനും ഉള്ളത്. ആദ്യം you click on the eraser tool and without releasing the mouse button drag on unwanted portion of the image to erase it. Okay, then color replacement tool ആണ് ഇത്. color replacement tool. color replacement tool നോക്കാം. color replacement tool is a hidden tool under the brush tool. brush tool തന്നെ ഹൈഡ് ചെയ്തെടുക്കുന്ന ടൂൾ തന്നെയാണ് color replacement tool. Okay, it applies the paint specified by the foreground color in the toolbox only to specify color. This is a effective way to replace one color in an image with another without affecting other colors. ഇപ്പോൾ ഒരു ഇമേജിൽ നമുക്ക് ഒരു കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫ്ലവറിൻ്റെ ടൈപ്പ് ഓഫ് ഫ്ലവറിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ആ കളറ് ആ ഒരു ഫ്ലവേഴ്സിന് അതിലുള്ള ആ ഒരു ഫ്ലവേഴ്സിന് മാത്രം ആ കളറുള്ള ഭാഗത്തിനെ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. മറ്റ് ചിത്രങ്ങൾക്കൊന്നും ഒരു കോട്ടവും വരുത്താതെ കേടും വരുത്താതെ നമുക്കിതിനെ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. അതാണ് ഈ ടൂളിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, you can define following settings in tool options bar. Control how the color replacement strokes are applied to the image. ഇതിൽ നമുക്ക് എന്താണ് ടൂൾ ഓപ്ഷൻസ് ബാറിലുള്ളത് നോക്കാം. സാമ്പിളിംഗ് ഉണ്ട്, സാമ്പിളിംഗ് അതിൽ കണ്ടിന്യൂസ് ഉണ്ട്, വൺസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്വാച്ച് നോക്കാം. സാമ്പിളിംഗിൽ കണ്ടിന്യൂസ് നോക്കാം. സാമ്പിളിംഗിൽ കണ്ടിന്യൂസ് നോക്കാം. എന്താണ് സാമ്പിളിംഗ്? കണ്ടിന്യൂസ് സാമ്പിളിംഗ് ആണ് നമ്മൾ ഓപ്ഷൻസ് ബാറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ കണ്ടിന്യൂസും വൺസും ബാക്ക്ഗ്രൗണ്ട് സ്വാച്ചും ഉണ്ട്. Continuous. When you select this option, the color replacement tool continuously samples the pixel directly beneath it to determine what color pixel to paint. When this option is set, it behaves similar to brush tool depending on other settings. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ സെറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, സാമ്പിളിംഗ് കണ്ടിന്യൂസിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ സാമ്പിളിംഗ് വൺസ്. വെൻ യു സെലക്ട് ദിസ് ഓപ്ഷൻ, ദി കളർ ടു ബി റീപ്ലേസ്ഡ് it is determined by the pixel directly below the tool when you first click and begin to drag the mouse. Sampling once, sampling continuous, and sampling once. When you select this option, the color to be replaced is determined by the pixel. Directly നമുക്ക് ഒരു സ്പെഷ്യൽ കളർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ മാത്രമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് സാമ്പിളിംഗ് കണ്ടിന്യൂസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കളർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സാമ്പിളിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്വാച്ച്. When you select this option, the color of paint is determined by the background color in the toolbox. Toolbox-ലെ background color ആണ് എന്ത് ചെയ്യുന്നത്, determine ചെയ്യുന്നത്. Okay, then select the color replacement tool from the brush tool hidden list. The options bar for this tool looks similar to figure 9.37. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. After selecting sample continuous option and correct tolerance കറക്റ്റ് ചെയ്യാണ്ട് ഓപ്ഷൻസ് ബാറിൽ അവിടെ, അതായത് പെർസെൻറ്റേജ് ലെവലിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ ദി കളർ യു വാണ്ട് ടു ചേഞ്ച്. നിങ്ങൾക്ക് ഏത് കളറിലാണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ആ കളർ സെലക്ട് ചെയ്യാം. Then for example 9.38 അല്ലേ, അതായത് there is a picture. ഈ പിക്ചറിൽ എന്താണ് കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ ഫസ്റ്റ് പിക്ചറാണ്, അതിന് ശേഷം രണ്ടാമത്തെ പിക്ചറിൽ കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്,
ബാക്ക്ഗ്രൗണ്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദർ ഇസ് ദ ഗ്രാസ് അല്ലേ, ഗ്രീൻ കളറാണ്, ദാറ്റ് ബിക്കം റെഡ്. ഓക്കെ, ആൻഡ് ഹൗ ക്ലിക്ക് എനിവർ ഓൺ ദി ഗ്രാസ് ആൻഡ് റിലീസ് ദ മൗസ് ബട്ടൺ. അത് നമ്മൾ എന്ത് ചെയ്തു, സാമ്പിളിംഗ് കണ്ടിന്യൂസ്ലി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രാസിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗ്രാസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ റീപ്ലേസ് ചെയ്യുന്നത് അല്ലേ. ക്ലിക്ക് ആൻഡ് വിത്തൗട്ട് റിലീസിങ് ദ മൗസ് ബട്ടൺ ഡ്രാഗ്. അതിന് ശേഷം എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. The green color grass will change to red color as shown in figure. അതായത് നമ്മുടെ ഗ്രീൻ കളർ ഗ്രാസിനെ മാത്രം ഡ്രാഗ് ചെയ്യുന്നതോറും മറ്റ് ഒബ്ജക്ട്സിനൊന്നും ഒരു മാറ്റവും വരാതെ, മറ്റ് ഇമേജിനൊന്നും ഒരു മാറ്റവും വരാതെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രാസിന് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തിന് മാത്രം ചെയ്തു ഈ കളറ് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ടൂൾ. Move tool is the only tool in Photoshop that allows you to move items in the document. എന്തിനാണ് move tool യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്ത് ഓപ്പണിൽ പോയിട്ട് നമ്മൾ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ആ പിക്ചറിനെ നമ്മൾ വിൻഡോയിൽ എത്തിക്കഴിഞ്ഞ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യണം. അത് പിക്ചറിൻ്റെ കോപ്പി എടുക്കണം. കോപ്പി ചെയ്തതിന് ശേഷം കോപ്പിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് സെലക്ഷൻ ടൂൾസ് പഠിച്ചു. ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്യാം. ലാസോ ടൂൾ ഉണ്ട്, റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ ഉണ്ട്, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉണ്ട്. ഏത് സെലക്ഷൻ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോയിലേക്ക് അതിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ ഈ മൂവ് ടൂൾ കൂടിയത്. വിത്തൗട്ട് മൂവ് ടൂൾ വി കനോട്ട് മൂവ്. ഓക്കെ, the move tool is the only tool in Photoshop that allows you to move items in the document window. It allows you to move several items including guides, objects, shapes and text objects. To move an object, follow these steps. നമ്മൾ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ജസ്റ്റ് സെലക്ട് ദ ലെയർ ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി ലെയേഴ്സ് പാനൽ. അത് നമ്മൾ ലെയർ സെലക്ട് ചെയ്യണം. ഏത് ലെയറിലാണ് നമ്മൾ മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഉള്ളത് ആ ലെയർ സെലക്ട് ചെയ്യാം. ആൻഡ് സെലക്ട് മൂവ് ടൂൾ ഫ്രം ദി ടൂൾ ബോക്സിൽ നിന്ന് മൂവ് ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ശേഷം ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നെക്സ്റ്റ് വൺ ഈസ് ക്വിക്ക് സെലക്ഷൻ ടൂൾ. ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. നമുക്ക് ക്വിക്ക് സെലക്ട് ചെയ്യാം. ക്വിക്ക് സെലക്ഷൻ ടൂൾസ് ആർ ഡിഫറെന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത സെലക്ഷൻ ടൂൾ ആണ് പഠിക്കുന്നത്, ക്വിക്ക് സെലക്ഷൻ ടൂൾ. Quick selection tool is the best selection tool in Photoshop toolbox. Quick selection tool allows you to select adjacent areas that are similar in color and texture to the area over which you are dragging. This tool automatically finds the edge. Automatically അങ്ങനെ സെലക്ട് ചെയ്ത് പോകും. അഡ്ജസ്റ്റന്റ് ഏരിയാസ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് പോകില്ലേ, ഓരോ ഫോൾഡേഴ്സും സെലക്ട് ചെയ്ത്. ദിസ് ടൂൾ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ്സ് ദ എഡ്ജ് ഓഫ് യുവർ സെലക്ഷൻ. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടേക്ക് എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് പോകും. ആൻഡ് എഡ്ജസ് ഓഫ് യുവർ സെലക്ഷൻ. അപ്പോൾ ഇതിൽ നിങ്ങളെ സെലക്ഷൻ്റെ എഡ്ജസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. Okay, that you can make with the free hand. That is quick selection tool. The next magic wand tool. Magic wand tool is a hidden tool under quick selection tool. അപ്പോൾ quick selection tool നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, ക്വിക്ക് സെലക്ഷൻ ടൂൾ അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ എഡ്ജ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ഹാൻഡ് ആണ് കേട്ടോ. ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ക്വിക്ക് സെലക്ഷൻ ടൂള്. അപ്പോൾ ഇതിൽ തന്നെ ഹൈഡ് ചെയ്ത് കിടക്കുന്ന അടുത്ത ടൂളാണ് മാജിക് വാൻഡ് ടൂൾ കേട്ടോ. മാജിക് വാൻഡ് എന്താണ് മാജിക് വാൻഡ് ടൂൾ? Magic wand tool is a hidden tool under quick selection tool. This tool enables you to create a selection by targeting areas that are said to have similar color. It works best if the areas of that you do not want to select are in contrast to each other. The options bar for Magic Wand tool
ലുക്ക് സിമിലർ ടു ഫിഗർ. അതായത് അതിൻ്റെ ഓപ്ഷൻസ് ബാറാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. സാമ്പിൾ സൈസ്, പോയിന്റ് സാമ്പിള്, സാമ്പിൾ ലെയേഴ്സ്, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ബാറാണുള്ളത്. എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ടോളറൻസ് സെറ്റ് ചെയ്യാം. ടോളറൻസ് ലെവൽ ഡിറ്റർമിൻസ് ഹൗ മെനി ഷെയ്ഡ്സ് ഓഫ് ദി കളർ യു ചൂസ് വിത്ത് ദി മാജിക് വാൻഡ് ആർ സെലക്റ്റഡ്. നിങ്ങൾക്ക് എത്ര കളർ വേണമെങ്കിൽ, എത്ര കളറുകളാണ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ടോളറൻസിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹയർ ടോളറൻസ് സെലക്ട് മോർ ഷെയ്ഡ്സ്, lower tolerance select fewer shades. Then anti-alias, that is selecting this option creates a smoother edged selection. ഇത് anti-alias സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഡ്ജ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. Then contiguous, that is when you select this option only appropriate colors that are contiguous in the area where you click on magic wand are selected. If this option is off, all the colors in the document within the specified tolerance range are selected. നമുക്ക് for example പ്രാക്ടിക്കലി നമുക്ക് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി വ്യക്തമാവുക. there is the picture. ആ പിക്ചർ നോക്കൂ അല്ലേ. മാജിക് വാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കളർ കോമ്പിനേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളറിലേക്ക് ആ പിക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നമ്മൾ ഒരു ഏരിയ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിംഗ് ഏരിയയിലേക്ക് ഈ കളറിനെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ദിസ് ഹിയർ നമുക്കൊരു ചിത്രം, ഈ എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം. മാജിക് വാൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് ബാറിൽ ടോളറൻസ് ലെവല് 32 ആക്കി. ഗ്രീൻ കളറാണ് അവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ ഭാഗവും ഗ്രീൻ കളറാണ്. അപ്പോൾ എന്ത് ചെയ്യാണ് നമ്മൾ ഡീസെലക്ട് ദി കോണ്ടിഗ്വസ് ഓപ്ഷൻ. അപ്പോൾ ആ ഗ്രീനിഷ് കളറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാണ് കൂടി deselect ചെയ്തു. click on the anti-alias option on the image. click anywhere on the green color. All the parts of the green color in the image that satisfy the tolerance level 32 will get selected as shown in figure. അപ്പോൾ കണ്ടോ, ഒരു ഡിഫറെൻറ്റ് കളർ, ആ ഒരു ഗ്രീനിഷ് കളറിനെ എന്ത് ചെയ്യും, ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് ഡിഫറെൻറ്റ് ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാജിക് വാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് സെലക്ട് ചെയ്ത ഒരു ഡിഫറെൻറ്റ് കളറിലേക്ക് നമ്മുടെ പിക്ചറിനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ഉള്ളത് ഒരു ഗ്രീനിഷ് കളറാണ്. ആ ഗ്രീനിഷ് കളറിനെ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ. ദെൻ സേവിങ് എ ഫയൽ ഇൻ ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പിൽ ഒരു ഫയൽ എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെയാണ് സാധാരണ നമ്മൾ സേവ് ചെയ്യുന്ന പോലെ തന്നെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫയൽ നെയിം കൊടുക്കുക, സേവ്. ഓക്കെ. ഇനി ഫോട്ടോഷോപ്പിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+Q കേട്ടോ. ദെൻ ക്വിറ്റിൻ്റെ ആണ് Q, ക്വിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് കേട്ടോ. അതുപോലെ Alt+F4, ഇത് ഈ 3 ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ദാറ്റ്സ് അവർ ലാസ്റ്റ് ലെസൺ, ദാറ്റ് ഈസ് 9th ലെസൺ അഡോബ് ഫോട്ടോഷോപ്പ് അല്ലേ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഒക്കെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ വരുന്നില്ല, കാരണം ഇത് നമ്മൾ എങ്ങനെയാണ്, എന്താണ് ഫോട്ടോഷോപ്പ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ടൂൾസൊക്കെ ടൂൾ ബാർ, ടൂൾ ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ച് സെലക്ഷൻ ടൂൾസ് മാത്രമാണ് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. കൂടുതലും സെലക്ഷൻ ടൂൾസ് ആണ് പഠിച്ചത്. പിന്നെ ടെക്സ്റ്റ് ടൂൾ പഠിച്ചു, അതുപോലെ ഒരു മൂവ് ടൂൾ പഠിച്ചു അല്ലേ. Then just listen, recap order. Photoshop is an image editing software. It is used to apply effects or more changes to an image. Image editing software ആണ് Photoshop. അതാണ് നമുക്ക് മനസ്സിലാക്കിയത്.
അല്ലേ? നമുക്ക് we can change any effect to our image. Toolbox consists of all the tools for editing image. Toolbox എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It consists of all the tools for editing image. നമ്മുടെ ഇമേജിനെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും ആണ് ടൂൾ ബോക്സ് ഉള്ളത്. Then options bar എന്താണ്? Different options, അല്ലേ? That is the tool for better image editing. Image editing, better ആയിട്ട് image editingന് വേണ്ടിയിട്ടുള്ള different options ആണ് ഉള്ളത്. Then color panel is used to select colors to be filled. Color panel എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To color fill, അല്ലേ? കളർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലേയേഴ്സ് എന്താ നമ്മൾ പറഞ്ഞു, അല്ലേ? ആൻഡ് RGB, CMYK and are the two popular color modes, അല്ലേ? Then some important tools, കുറേ ടൂൾസ് പറഞ്ഞു. റെക്റ്റാങ്കിൾ ടൂള്, ബ്രഷ് ടൂള്, പെയിന്റ് ബക്കറ്റ് ടൂള്, ക്രോപ്പ് ടൂള്, ഗ്രേഡിയൻ ടൂള്, ഹൊറിസോണ്ടൽ ടൂള്. നമ്മൾ ടൂൾസിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസ് നമ്മൾ പഠിച്ചു, അല്ലേ? ഹൊറിസോണ്ടൽ ടൂളിലാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്ന എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂള്, അതുപോലെ റോ ആൻഡ് കോളം ടൂൾസ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് ആർ ഓൾസോ ഡിസ്കസ്ഡ്. ഓക്കെ, പറഞ്ഞു read that part and now you want to wind up our class. Okay, thank you.